ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അന്ന് വന്നിട്ട് ഉള്ളിത്തൂമ്പില്ല, നമ്മൾ ഉള്ളിത്തൂമ്പ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ പൂവാണ്. അതിൻ്റെ പൂവിനായിട്ടുള്ളൊരു തോരൻ എങ്ങനെ ഉണ്ടാക്കുക. ആദ്യം നമുക്ക് ഉള്ളിത്തൂമ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് നന്നായി ചെറുതാക്കി പൊടിപൊടിയായിട്ട് മുറിക്കുക. പൊടിപൊടിയായി മുറിച്ചതിന് ശേഷം പിന്നെ കഴുകാൻ പാടില്ല കേട്ടോ. ആദ്യം നമ്മൾ കഴുകിയെടുക്കണേ. അതിലേക്ക് ചെറിയുള്ളി ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളി, പിന്നെ പച്ചമുളകാണെങ്കിൽ പച്ചമുളക്, അതിലേക്ക് നമ്മൾ മറ്റേ മുളകുണ്ടെങ്കിൽ അതെടുക്കുക, ചീനാത്ത മുളകാണ് അതെടുക്കുക. നല്ല രസമാണ്. അതിന് ശേഷം ഒരു 1.5 പിടി തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ പൊടിക്കണം കേട്ടോ. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കത് ചട്ടി വെക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ചട്ടി ഉണ്ടെങ്കിലും ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കുക, 1/4 സ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇത്തിരി കരിവേപ്പില ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അടിപൊളി ടേസ്റ്റ്, നല്ല രസമുള്ളൊരു ഉപ്പേരിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ, ചോറുകൾക്ക് അടിപൊളിയാണ്. അതിനുശേഷം നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കുക. ഈ തേങ്ങ ഉണ്ടല്ലോ, പൊടിച്ച തേങ്ങ നന്നായിട്ട് മൂക്കണം കേട്ടോ. മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക തേങ്ങേൻ്റെ. അങ്ങനെ എന്ത് ചെയ്യത് നമ്മൾ മുറിച്ച ഇതുണ്ടല്ലോ പൂവ്, ആ ഉള്ളിത്തുമ്പിൻ്റെ പൂവ് അതായിരിക്കും കൊട്ടി കൊടുത്തിട്ട് മൂടിയൊക്കെ ഇടയ്ക്ക് മൂടി തോന്നൽ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇടയ്ക്ക് മൂടിയൊക്കെ അങ്ങനെ അപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് തന്നെ ഉണ്ടാവും ഒത്തിരി നന്നായിട്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ച നഷ്ടപ്പെടാതെ ഇളക്കി വേഗത്തിൽ ഓഫാക്കി എടുക്കണം കേട്ടോ. നല്ല രസമാണ്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, തുറക്കുക, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഓഫാക്കുക, വെന്ത് ഓഫാക്കുക. നല്ല രസം. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റാണ്. ചോറിലൊക്കെ ഉഷാറാണ്.